कथा सुनाने, देश प्रेम सबके मन में जगाने लेकर आए हैं कृष्ण और बाल्टी बॉय। भारत है നമ്മൾ ജയിക്കും, നമ്മൾ തോക്കും, നമ്മൾ ജയിക്കും, നമ്മൾ തോക്കും, നമ്മൾ ജയിക്കും, നമ്മൾ തോക്കും, നമ്മൾ ജയിക്കും. ഈ പൂവിന്റെ ഓരോ ഇതളുകളും പറിച്ചെടുത്ത് നീ എന്ത് ചെയ്യുകയാണ് ബൾട്ടി ബോയ്? നിങ്ങളെല്ലാവരും നാനാ സാഹിബ് താദിയ തോപ്പയുടെ കഥ സസ്പെൻസിൽ വിട്ടു അല്ലേ? മെയ് 31, 1857 മുന്നേ തന്നെ യുദ്ധം തുടങ്ങിയിരുന്നുവെങ്കിൽ നമ്മൾ ജയിച്ചോ അതോ നമ്മൾ തോറ്റോ? ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നാ പിന്നെ വൈകിക്കുന്നത് എന്തിനാ? ബാക്കിയുള്ള കഥ കൂടി നമുക്ക് കേട്ട് കളയാം. സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. പ്ലാനുകളെല്ലാം തെറ്റിപ്പോയതുകൊണ്ട് നാനാ സാഹിബും താത്തിയ തോപ്പയും അസീമുല്ലയും ഭയങ്കര ടെൻഷനിലായിരുന്നു. എല്ലായിടത്തും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു വിജയം കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ആളുകൾക്ക് നമ്മളോടുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങും. ബ്രിട്ടീഷുകാരുടെ സേന കൂടുതൽ ശക്തമായി തുടങ്ങും. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടാനും മാത്രം മനോബലമില്ലാത്തവരല്ല നമ്മളുടെ ആളുകൾ. എനിക്ക് ഗംഗാമാതാവിൽ വിശ്വാസമുണ്ട്. ഈ പരാജയങ്ങളെല്ലാം വിജയത്തിലേക്ക് മാറ്റാനുള്ള ഒരു അവസരം തീർച്ചയായും നമുക്ക് കിട്ടിയിരിക്കും. അപ്പോഴാണ് ഒരു അതിശയം സംഭവിച്ചത്. 3 ബ്രിട്ടീഷ് ഓഫീസർ കമ്പനിയുടെ വാർത്തയുമായി നാനാ സാഹിബിന്റെ അടുത്ത് വന്നു. കമ്പനി സർക്കാരിന് വേണ്ടി ഒരു സുഹൃത്ത് എന്ന നിലയിൽ താങ്കൾ ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം? താങ്കൾക്കറിയാമല്ലോ, സൈനികർ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ സർ ഹ്യൂ വീലർ ആഗ്രഹിക്കുന്നത് താങ്കൾ കാൺപൂരിലേക്ക് വന്ന് അവിടുത്തെ ഇന്ത്യൻ സോൾജിയേഴ്സിനോട് കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് താങ്കൾ അഭ്യർത്ഥിക്കണം. താങ്കളെ പോലെ ഞങ്ങളോട് കൂറുള്ളവർ കാൺപൂരിലുണ്ടെങ്കിൽ ഞങ്ങളുടെ പട്ടാളക്കാരും ഖജനാവും ഞങ്ങൾ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ കുടുംബങ്ങളും കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നാനാ സാഹിബ്. ഇതുകൊണ്ട് താങ്കൾക്കും ഗുണമേ ഉണ്ടാകൂ. ഇപ്പോൾ നടക്കുന്ന ഈ കലാപം തടയാൻ പറ്റിയാൽ കമ്പനി സർക്കാർ താങ്കൾക്ക് ചോദിക്കുന്ന പാരിതോഷികം നൽകും. എന്നാ പിന്നെ എന്തിനാ നിൽക്കുന്നത്? വേഗം കാൺപൂരിലേക്ക് പോകാം. കാൺപൂരിലേക്ക് പോകാം. ഒരു യുദ്ധവും ചെയ്യാതെ എല്ലാം നാനാ സാഹിബിന്റെ കൈ കൊണ്ട് കൊടുത്തു. പിന്നെ നാനാ സാഹിബ് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചോടിച്ചു കാണും അല്ലേ? അതെ, അല്ല. അതെയോ അല്ലയോ? ക്രേഷ്, ട്രേഷ്, നിങ്ങൾ രണ്ടും ഒരു കഥയിലെ 2 വേറെ വേറെ ഉത്തരം പറഞ്ഞതെന്തിനാ? ഇതിലേതെങ്കിലും ഒന്നല്ലേ സത്യാവുള്ളൂ? ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ കഥയാണ് ബാൾട്ടി ബോയ്, ഒരു ഗെയിം ഒന്നും അല്ല. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കടന്ന് ഉഴപ്പല്ലേ. അവസാന കഥയിൽ എന്താ സംഭവിച്ചെന്ന് പറയേ. നാനാ സാഹിബ്, താത്തിയ തോപ്പെ, അസീമുള്ള അവരവരുടെ പടയാളികളെയും കൂട്ടി കാൺപൂരിലേക്ക് പുറപ്പെട്ടു. വെൽക്കം ടു ദ കാൺപൂർ ഫോർട്ട് നാനാ സാഹിബ്. അതിഥികളായി വന്നത് നിങ്ങളാണ്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞ് നാനാ സാഹിബ് ആ ബ്രിട്ടീഷ് ഓഫീസറുടെ കയ്യിൽ പിടിച്ച് വളച്ചൊടിച്ചു. പിന്നെ അയാളുടെ തോക്കെടുത്ത് അയാളെ തന്നെ വിരട്ടി. ഇത് കണ്ട താത്തിയ ടോപ്പയും ഹസീമുള്ളയും തങ്ങളുടെ കൂട്ടാളികളും ചേർന്ന് ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു. അസീമുല്ല, നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യ്. നാനാ സാഹിബ് ചതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇന്ത്യക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാൺപൂർ കോട്ടയെ ഞങ്ങളുടെ പട്ടാളക്കാർ 4 ഭാഗത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പക്കൽ ആവശ്യത്തിന് സൈന്യവുമില്ല, ആയുധങ്ങളുമില്ല. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പോലുമില്ല. നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ കോട്ടയിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാകുമല്ലോ. ഇത് ഭാരതീയർ ഉണ്ടാക്കിയ കോട്ടയല്ലേ?
ഇതിന്റെ മുക്കും മൂലയും വരെ അവർക്കറിയാം. അവർ എല്ലായിടത്തും കാവൽ നിർത്തിയിട്ടുണ്ടാകും. നമുക്ക് ആവശ്യത്തിന് സോൾജിയേഴ്സ് ഇല്ല, ആയുധങ്ങളില്ല, കുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുക്കാനുള്ള ഭക്ഷണം പോലുമില്ല. നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഈ തോൽവിക്കുള്ള പകരം വീട്ടിയിരിക്കും. നാനാ സാഹിബിന് മാത്രമല്ല, അവനോടൊപ്പം നിൽക്കുന്ന ഓരോ ഇഞ്ചിനും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാൺപൂരിലെ യുദ്ധം 21 ദിവസം നീണ്ടു നിന്നു. തോൽവി സമ്മതിച്ചത് വീലറിന് വലിയ നാണക്കേടായിരുന്നു. പക്ഷെ അവസാനം വീലറിന് കോട്ടയിൽ നിന്ന് വെള്ളക്കൊടി കാണിക്കേണ്ടി വന്നു. നാനാ സാഹിബ് യുദ്ധനീതികൾ അനുസരിച്ചുകൊണ്ട് തന്നെ കീഴടങ്ങിയതിനു ശേഷം എല്ലാവരെയും സുരക്ഷിതമായി കോട്ടയിൽ നിന്ന് പുറത്തു കടത്തി. നാനാ സാഹിബ് കാൺപൂർ കോട്ടയെ കീഴടക്കിയെങ്കിലും അതിന്റെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. ബ്രിട്ടീഷുകാരുടെ അക്രമവും അനീതിയും കൊണ്ട് ആളുകളുടെ മനസ്സിൽ വലിയ ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യചോര ഹാഗട്ട് എന്ന സ്ഥലത്ത് വെച്ച് നാനാ സാഹിബിന്റെ ആജ്ഞകൾക്ക് വിരുദ്ധമായി ചില ഗ്രാമീണർ കൂടിച്ചേർന്ന് ബ്രിട്ടീഷ് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചു. അവരെയെല്ലാം നാനാ സാഹിബ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ വിട്ടയച്ചതായിരുന്നു. നാനാ സാഹിബും താത്യ ടോപ്പയും അവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് ശ്രമിച്ചിട്ട് പോലും അവർക്ക് വളരെ കുറച്ച് ആളുകളെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം കൊല്ലുന്നത് നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും യോജിച്ചതല്ല. അവരും നമ്മുടെ എത്ര ഗ്രാമങ്ങൾ ചുട്ടരിച്ചു. അതും തെറ്റാണ്. പക്ഷേ അവരങ്ങനെ ചെയ്തെന്ന് വെച്ച് നമ്മളും അതേ തെറ്റ് ചെയ്യണമെന്നുണ്ടോ? അവരോട് നമ്മൾ പോരടിക്കുമ്പോൾ നമ്മുടെ മാന്യതയും നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും മറന്നുപോകുമെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പോരടിക്കുന്നത്? ഭൂമിയുടെ ഒരു കഷ്ണത്തിന് വേണ്ടിയോ? താങ്കൾ പറയുന്നത് ശരിയാണ് നാനാ സാഹിബ്. ഇതൊരു വിപ്ലവമാണ്, പ്രതികാരമല്ല. നമ്മുടെ ആളുകൾക്ക് നമ്മൾ ആയുധങ്ങൾ മാത്രം കൊടുത്താൽ പോരാ. ഈ യുദ്ധത്തിന് പിന്നിലെ ശരിയായ സന്ദേശവും കൂടി അവരിലേക്ക് എത്തിക്കണം. പക്ഷെ ഇതെല്ലാം നടക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഇരുന്നേ പറ്റൂ. വീലറും പട്ടാളക്കാരും ചെന്നായ്ക്കളെ പോലെ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ കാൺപൂരിലോ വിധൂരിലോ ഉണ്ടാകുന്നത് വലിയ അപകടം വരുത്തി വയ്ക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്ഥലത്തുണ്ടാകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. അസീമുള്ളയുടെ സംശയം ശരിയായിരുന്നു. ബ്രിട്ടീഷുകാർ ബിഠൂർ കോട്ട ആക്രമിച്ച് പൂർണ്ണമായും അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പക്ഷേ നാനാ സാഹിബ് അവരെല്ലാം കബളിപ്പിച്ച് അതിനു മുന്നേ തന്നെ വളരെ ദൂരേക്ക് നേപ്പാളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. താത്തിയ തോപ്പെ അവരെ വിപരീത ദിശയിലേക്ക് നയിച്ചു. അദ്ദേഹം ഒരുപാട് കാലം ബ്രിട്ടീഷുകാരോട് ഒളിപ്പോര് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവർക്ക് വിവരം കിട്ടിയത് ബ്രിട്ടീഷുകാർ ഝാൻസിയെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. റാണി ലക്ഷ്മിബായി അവരെ ഒറ്റയ്ക്ക് നേരിടുകയാണെന്ന്. അവരെ സഹായിക്കാനായി അദ്ദേഹം ഝാൻസിയിലേക്ക് പുറപ്പെട്ടു. വീണ്ടും ഇംഗ്ലീഷ് പടയെ ആക്രമിച്ചു. ഈ താത്യാത്തോപ്പിയുടെ ശല്യം സഹിക്കാൻ പറ്റാതെയായിട്ടുണ്ട്. നമ്മുടെ പട്ടാളക്കാർക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. കുറച്ചുപേര് താത്തിയെ പിടിക്കാൻ പോകൂ. ബാക്കിയുള്ളവർ ഇവിടെ ഈ കോട്ടയ്ക്ക് കാവൽ നിൽക്കൂ. താത്തിയ തോപ്പെ ബ്രിട്ടീഷുകാരോട് ധീരതയോടെ പോരാടി. എന്നാലും ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഗോറില്ല പട്ടാളം പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു വിധത്തിൽ ആരും കാണാതെ കൽപ്പിയിലെത്തി. അവിടെ വെച്ച് അദ്ദേഹം റാണി ലക്ഷ്മിബായിയെയും മറ്റുള്ള വിപ്ലവകാരികളെയും കണ്ടുമുട്ടി. അവരെല്ലാവരും ചേർന്ന് ഗ്വാളിയാറിനെ ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തു. താത്യ ടോപ്പയും റാണി ലക്ഷ്മിഭായിയും ചേർന്ന് ഗ്വാളിയോർ ആക്രമിച്ച് കീഴടക്കി. പക്ഷേ അധികം താമസിയാതെ തന്നെ ബ്രിട്ടീഷുകാരുടെ വലിയൊരു സേന അവിടെ ആക്രമിച്ചു. അവർ റാണിയെ 4 പാട് നിന്നും വളഞ്ഞു. താത്യ ടോപ്പെ ഒരിക്കലും പരാജയം സമ്മതിച്ചില്ല. അദ്ദേഹം ലക്ഷ്മിബായിയുടെ രക്തസാക്ഷിത്വത്തിന്റെയും നാനാ സാഹിബിന്റെ ധീരതയുടെയും കഥകൾ പറഞ്ഞ് ആളുകളെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ പ്രേരിപ്പിച്ചു. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിക്കൊന്നു. ഭാരതീയരെല്ലാം ഈ ശിക്ഷ കണ്ട് പേടിക്കുമെന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയിരുന്നു. താത്തിയ തോപ്പയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ അദ്ദേഹത്തിന്റെ മുടി, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിന്റെ പാദുകങ്ങൾ ഇവയെല്ലാം അമ്പലത്തിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. നാനാ സാഹിബ് പിന്നീട് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിലും ജനങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെയോ അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശത്തെയോ മറന്നില്ല. ഇവരെല്ലാവരും നമ്മളെ യുദ്ധം ചെയ്യാൻ മാത്രമല്ല, ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാനാ പഠിപ്പിച്ചത്. അതെ, യുദ്ധം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ശരിയായ സ്ട്രാറ്റജി ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും നമ്മൾ പഠിച്ചില്ലേ? സോ മൈ ഡിയർ ക്രിഷ്, തന്ത്രത്തിനും പിന്നെ ചതിക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതൊക്കെയുണ്ട്. ഐ എം സോറി, ഞാൻ എന്റെ തെറ്റ് സമ്മതിക്കുന്നു.
പക്ഷെ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഞാൻ തന്നെ ജയിക്കും. യുദ്ധത്തിലായാലും കളിയിലായാലും നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്വയം തോൽവി സമ്മതിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല. നമ്മൾ ഭാരതീയർ മനസ്സുകൊണ്ട് ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ പറയൂ. भारत है हम ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ക്രിഷ് ട്രിഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. സ്റ്റേ ട്യൂൺഡ്.